പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം വേലകളുടെ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചു. പുതിയ കേന്ദ്ര സ്ഫോടക വസ്തു ചട്ട നിയമപ്രകാരം തൃശൂർ ജില്ലാ കളക്ടറാണ് അനുമതി നിഷേധിച്ചത്. തേക്കിൻകാട് മൈതാനിയിലാണ് അടുത്ത മാസം 3-ന് പാറമേക്കാവിന്റെയും 5-ന് തിരുവമ്പാടിയുടെയും വെടിക്കെട്ട് നിശ്ചയിച്ചിരുന്നത്. വിവരങ്ങളുമായി കെ അഖിൽ ചേരുന്നു. അഖിൽ, ഇപ്പോൾ വെടിക്കെട്ട് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഇത്തരമൊരു നടപടി. ഇപ്പോൾ ഇരുവിഭാഗം ദേവസ്വങ്ങളും ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഹരി, ഈ ദേവസ്വം ബോർഡുകളുടെ ആശങ്ക, അതായത് ഈ വേലകൾക്കുള്ള വെടിക്കെട്ട് മുടങ്ങുന്നതിനപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നിയമത്തിൽ ഈ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എങ്കിൽ തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടും സ്വാഭാവികമായും മുടങ്ങും എന്നുള്ള ഒരു ആശങ്ക, അല്ലെങ്കിൽ അതിനൊരു തടസ്സം വരുമെന്നൊരു ആശങ്കയാണ് ദേവസ്വം ബോർഡുകൾക്കുള്ളത്. അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതേ സ്ഥലത്ത് തന്നെയാണ് ഈ വേലകൾക്ക് വെടിക്കെട്ട് നിശ്ചയിച്ചിട്ടുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് നടക്കുക. നിലവിൽ ജില്ലാ കളക്ടർ നൽകിയ ഓർഡറിൽ പറയുന്നത് ഇപ്രകാരമാണ്: 200 മീറ്റർ മാക്സിമമായി 200 മീറ്റർ ദൂരപരിധി വേണം വെടിക്കോപ്പ് സൂക്ഷിക്കുന്ന മാഗസിനുമായിട്ട്. പക്ഷെ നിലവിൽ അത് 78 മീറ്റർ ആണ് എന്നുള്ളതാണ്. അത് ഇനി തൃശ്ശൂർ പൂരമാകുമ്പോഴേക്കും അതിലും വലിയ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. അത് മാറ്റാനും സാധിക്കുകയില്ല. കാരണം നിലവിലെ മെഗസിരിക്കുന്ന സ്ഥലവും വെടിക്കെട്ട് നൽകുന്ന സ്ഥലത്തിൽ മറ്റ് സ്ഥലത്തേക്ക് ഇത് മാറ്റി സ്ഥാപിക്കുക എന്ന് പറയുന്നതും അത്ര പ്രായോഗികമായിട്ടുള്ള കാര്യമില്ല. അടുത്തൊരു നിയമകാര്യം എന്ന് പറഞ്ഞ് 250 മീറ്റർ പരിധിക്കുള്ളിൽ 2 ആശുപത്രികളും പെട്രോൾ പമ്പും വരുന്നുണ്ട്. 2 സ്കൂളുകളും ആശുപത്രിയും പെട്രോൾ പമ്പും വരുന്നുണ്ടെന്ന് മറ്റൊരു കാരണമായി ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത്. സ്വാഭാവികമായും തൃശ്ശൂർ പൂരത്തിനും ഇതേ നിയമമാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ ആശുപത്രികളോ ഈ പറയുന്ന 250 മീറ്റർ പരിധികളോ ഇതൊന്നും മാറുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിനെയും ഇത് ബാധിക്കും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ്. അതായത് ഈ ആശുപത്രിയും ഈ പറയുന്ന സാധനങ്ങളൊന്നും തന്നെ ഇവിടെ നിന്നും മാറുന്നതല്ല, അത് ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു സ്ഥാപനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും അത് തൃശ്ശൂർ പൂരത്തെ ബാധിക്കുമെന്നൊരു വലിയ ആശങ്കയാണ് തീർച്ചയായും ഈ ഇരു ദേവസ്വങ്ങൾക്കുമുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ 2-ാം തീയതി നടക്കുന്ന പാറമേക്കാവ് വേലയ്ക്കും അതോടൊപ്പം തന്നെ 5-ാം തീയതിയാണ് വേല, 6-ാം തീയതിയാണ് വെടിക്കെട്ടുള്ളത്. തിരുവമ്പാടിയുടെ വെടിക്കെട്ടിനുമുള്ള അനുമതിയാണ് ജില്ലാ കളക്ടർ ഇത്തരത്തിൽ ഒരു അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിൽ കൃത്യമായി നമ്മൾ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങൾ, അതായത് നിലവിലെ പെസോ നിയമപ്രകാരമുള്ളതിൽ ഈ മെഹസിലുമായുള്ള ദൂരപരിധിയും അതോടൊപ്പം തന്നെ ഈ 250 മീറ്റർ ചുറ്റളവിനുള്ളിൽ ആശുപത്രിയും സ്കൂളും അതുപോലെ തന്നെ പെട്രോൾ പമ്പും വരുന്നതുകൊണ്ട് വെടിക്കെട്ടിന് അനുമതി നൽകാൻ കഴിയില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തിരുവമ്പാടി ദേവസ്വം ബോർഡും നൽകിയ അപേക്ഷയിൽ മറുപടിയായി ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്നത്. ഹരി, ശരി. കെ അഖിലാണ് വിവരങ്ങൾ നൽകിയത്.